जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनंदना जय जनरंजना जय यशोधनंदना जय ब्रजजनरंजना जय यमुनतीरवनचारी जय कुंज बिहारी जय यमुनतीरवनचारी जय कुंज बिहारी जय राधा माधवा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. എൻ്റെ സാദര നമസ്കാരങ്ങൾ ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കും. വന്ദേഹം ശ്രീ ഗുരോ ശ്രീയുതപഥകമലം ശ്രീ ഗുരൂൻ വൈഷ്ണവാം ചാശിപമതായി. वन्देऽहं श्रीगुरु श्रीयुतपथकमलं श्रीगुरु वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कांत राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ആചാരം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നിവേദ് സ്വാഗതം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം ിലേക്ക്, അതായത് എന്താണ് അതീന്ദ്രിയ ജ്ഞാനം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇതിനെ അതീന്ദ്രിയ ജ്ഞാനം എന്നിട്ടതും എന്താണ് ഇതിന്റെ ശ്രേഷ്ഠതയെന്നും നമുക്ക് ആദ്യ ദിവസങ്ങളിൽ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് പോകാം. ഇപ്പൊ കഴിഞ്ഞ 1-ാമത്തെ അധ്യായത്തിൽ കുറച്ച് ഇൻട്രഡക്ഷൻ, അർജുനൻ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് സംശയങ്ങൾ 2-ാം അധ്യായത്തിൽ ചോദിക്കുകയും അതിൽ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കർമ്മത്തെയും ഒക്കെ അറിയുകയും
ഹരേ കൃഷ്ണ. അപ്പം ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ കർമ്മയോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം അത് കർമ്മയോഗം ബുദ്ധിയെ ബന്ധപ്പെടുത്തി ബുദ്ധിയെയും ആത്മാവിനെയും ബന്ധപ്പെടുത്തുന്നു, ആത്മാവിനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അങ്ങനെ ഇനി അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കുകയാണ് ഭഗവാൻ അർജുനന് നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിനെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും അറിവ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും എന്തുകൊണ്ടാണ് ഈ അറിവിനെ അതീന്ദ്രിയ അല്ലെങ്കിൽ അതിശ്രേഷ്ഠമായ ജ്ഞാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് മാസ്റ്ററായി? ഭഗവാൻ എന്തുകൊണ്ട് മാസ്റ്ററായി? അർജുനന്റെ അടുത്ത് ഭഗവാൻ കൊടുത്ത ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് പറയാം. ഈ ജ്ഞാനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അർജുനന് ഭഗവാൻ കൊടുത്ത ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒരു ശ്ലോകം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതിലൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു ശ്ലോകം. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ അർജുനന് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ഭഗവത്ഗീത. രണ്ടാമത്തെ അധ്യായത്തില് 13-ാമത്തെ ശ്ലോകം. ദേഹിനോ അസ്മിൻ യഥാ ദേഹി. വായിച്ചോളൂ, വായിച്ചോളൂ. ഏകനാസ്മിൻ യഥാ ദേഹോ കൗമാരം യൗവനം ചരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്ഥ ന മുഖ്യത്തെ. അർത്ഥം കൂടെ. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമ്മതിസ്ഥനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകില്ല. This is the first instruction in the Bhagavad Gita, Lord Krishna to Arjuna. പിന്നീടാണ് ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള വിശദീകരണങ്ങളാണ് പിന്നെ വരുന്നത്. നമ്മൾ ആ ഒരു ജ്ഞാനം, അതീന്ദ്രിയമായ അതിശ്രേഷ്ഠമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒപ്പം ഈ 4-ാമത്തെ അധ്യായത്തിന്റെ മഹിമയും കൂടെ. ഈ 4-ാമത്തെ അധ്യായം പഠിക്കുന്നത് കൊണ്ടുള്ള മഹിമ. ശ്രേഷ്ഠമായ ഒരു കഥ പറയാം. പണ്ട് ബനാറസ് പട്ടണം, ഗംഗാ നദിയുടെ തീരത്ത് ബനാറസ് എന്ന പട്ടണത്തിൽ, അവിടുത്തെ വിശ്വനാഥ ക്ഷേത്രത്തില് ഭരത മഹാരാജാവ്, നമ്മുടെ ജഡഭരതൻ, ഭരത മഹാരാജാവൻ സന്യാസിയുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും 4-ാമത്തെ അധ്യായം വായിക്കുമായിരുന്നു. ഒപ്പം എന്നും ഭഗവാനെ പോയി കണ്ട് ദർശനവും എടുക്കും. എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം, ഒരു ദിവസമല്ല, അതിന് ദർശനം എടുത്തതിന് ശേഷം ഇദ്ദേഹം ഈ നമ്മുടെ എന്താ പറയുന്നത്, ആ വൃക്ഷങ്ങളുടെ കൂവളത്തിന്റെ 2 കൂവള വൃക്ഷങ്ങളുടെ തണലിലൊന്നിരിക്കുമായിരുന്നു. എന്നിട്ട് അവിടെ കിടന്ന് വിശ്രമിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഈ വൃക്ഷങ്ങൾ കാലക്രമേണ
ഉണങ്ങാൻ തുടങ്ങി. അങ്ങനെ തീർത്തും ഉണങ്ങിപ്പോയി. ഓരോ വർഷവും നമുക്കറിയാം 84 ലക്ഷം ജീവികൾ. അപ്പം എല്ലാ ചരാചരങ്ങൾക്കും ആത്മാവുണ്ട്. അനങ്ങാൻ പാടില്ലാത്ത ഭൗതികമായി നമ്മൾ നോക്കുന്ന കല്ലിൽ പോലും, അതായത് അചേതനമായ വസ്തുവിൽ പോലും ചേതനമായ ആത്മാവുണ്ട്. അങ്ങനെ ആ മരങ്ങളിൽ താമസിക്കുന്ന 2 ആത്മാക്കൾ അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ഒരു ബ്രാഹ്മണന്റെ പുത്രിമാരായി ജനിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. അവർക്ക് 7 വയസ്സായപ്പോൾ അവര് കാശിയിലേക്ക് തീർത്ഥാടനത്തിന് പോയി. അവിടെ വെച്ചിട്ട് ഈ ഭരത മഹാരാജാവിനെ കാണും. എന്നിട്ട് അപ്പം ഈ പെൺകുട്ടികൾക്ക് പൂർവ്വജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും. അങ്ങനെ ഭരത മഹാരാജാവിൻ്റെ കാലുകളിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അനുഗ്രഹം ചോദിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അവരിതേം ചോദിക്കും, നിങ്ങൾ എനിക്ക് അറിയത്തില്ലല്ലോ എന്താണ് എന്നൊക്കെ അത്ഭുതത്തോടെ ചോദിക്കും. അപ്പോൾ ഈ പെൺകുട്ടികൾ തൻ്റെ പൂർവകഥ പറയും. ഇങ്ങനെയായിരുന്നു, അങ്ങേ വന്നിരിക്കുന്നത് കൊണ്ട്, ഒരു ശ്രേഷ്ഠനായ ഭക്തൻ ഇരുന്നത് കൊണ്ട് ആ മരത്തിന് മോക്ഷം കിട്ടി. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ അങ്ങയുടെ എല്ലാ ഭക്തന്മാരെയും പ്രണമിക്കുന്നു. കാര്യം കൽപ്പവൃക്ഷങ്ങളെ പോലെ നമുക്കുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള കഴിവ് ഭക്തന്മാർക്കുണ്ട് എന്ന് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത്, അങ്ങനെ നിരന്തരമായി ഈ ഭരതമുനി ഇരുന്നത് കൊണ്ട് ആ മരങ്ങൾക്ക് മോക്ഷം കിട്ടി. ഇനി ഈ 2 മരങ്ങളാകാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് അടുത്തത്. നേരത്തെ നമ്മൾ ദാമോദര ലീലയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് നളകുബേരന്മാര് മരങ്ങളായി പോയത്. അതുപോലെ ഇവിടെ ഗോദാവരി നദിയുടെ തീരത്ത് ചിന്നപ്പാപ്പ എന്ന ഒരു പുണ്യ സ്ഥലമുണ്ടായിരുന്നു. ചിന്നപ്പാപ്പ. അവിടെ വളരെ ശ്രേഷ്ഠനായ ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനിയുടെ പേരാണ് സച്ചാതാപ. എഴുതി വെച്ചോണം, സച്ചാതാപ. അദ്ദേഹം ഭഗവാന്റെ വളരെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയുടെ ശ്രേഷ്ഠത കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ശ്രേഷ്ഠമായ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ സാധാരണ പോലെ എല്ലാ തപസ്സുകളും മുടക്കുന്നത് ഇന്ദ്രനാണ്. കാര്യം ഇന്ദ്രൻ ഭൗതികമായിട്ട് കാമാസക്തിയിൽ നിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ ഇന്ദ്രൻ പേടിച്ചു. ഇദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ഇന്ദ്രലോകം കൂടി അദ്ദേഹം കൊണ്ടുപോകും. അങ്ങനെ ഇന്ദ്രൻ അപ്സരസുകളെ വിളിച്ചിട്ട്, 2 അപ്സരസിനെ വിളിക്കും. 2 അപ്സരസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇത് തപസ് മുടക്കാൻ അയക്കും. അങ്ങനെ ഈ അപ്സരസുകൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. അവസാനം നഗ്നമായിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ഈ സച്ചാതാപ എന്ന മഹർഷി ഇവരെ മരങ്ങളായി പോകട്ടെ എന്ന് ശപിക്കും. അവിടെയും നളകുബേരന്മാര് ശാപം കിട്ടിയതും വസ്ത്രം ധരിക്കാതിരുന്നത് കൊണ്ടാണ്. അതേ സിറ്റുവേഷനാണ് ഇവിടെയും ഉണ്ടാകുന്നത്. വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഈ മുനിയും നിങ്ങൾ മരങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞു. അവസാനം ഇവര് ചെന്ന് സറണ്ടർ ചെയ്യും, ക്ഷമയാചിക്കും. അപ്പോൾ പറയും, നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് റിമെയിൻ ചെയ്യും, ഒരിക്കൽ
ഭഗവാന്റെ ശ്രേഷ്ഠനായ ഭക്തൻ ഭരതമുനി നിങ്ങളുടെ നിഴലിൽ വിശ്രമിക്കും, അദ്ദേഹത്തിൻ്റെ സ്പർശനം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന്, ആ ഭരതമുനിക്ക് അത്രയും ആ മോക്ഷം കൊടുക്കാനുള്ള ആത്മീയമായ ശക്തി ഉണ്ടായത് ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അദ്ദേഹം എന്നും വായിക്കുമായിരുന്നു. ആ 4-ാമത്തെ അധ്യായം വായിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ ശ്രേഷ്ഠനായ ഭരതമുനിയെ അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ ആ 4-ാമത്തെ അധ്യായം ഈ മരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ 2 പെൺകുട്ടികളും ദിവസവും ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം ഈ മുനി വായിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. അങ്ങനെ ആ മുനി ഇരുന്നത് കൊണ്ടും മുനിയുടെ സ്പർശനം കിട്ടിയത് കൊണ്ടും നിരന്തരമായി ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം കേട്ടതുകൊണ്ടും അവർക്ക് മോക്ഷം കിട്ടി. അത്രയും ശ്രേഷ്ഠമായ ഈ അതീന്ദ്രിയ ജ്ഞാനമായ ഭഗവത്ഗീത നമുക്കും കേൾക്കുന്നതിലൂടെ, വായിക്കുന്നതിലൂടെ നമുക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി തരട്ടെ. ഹരേ കൃഷ്ണ. ഇതാണ് ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിന്റെ വളരെ മനോഹരമായ ഈ കഥ പറയുന്നത് ആദ്യമായിട്ട് വിഷ്ണു ലക്ഷ്മി ദേവിയെ എടുത്താണ്. വിഷ്ണു ലക്ഷ്മി ദേവിയെ എടുത്ത് പറയുന്ന കഥ രണ്ടാമതെടുത്ത് പറയുന്നത് മഹാദേവര് പാർവതി ദേവിയെ എടുത്താണ്. മൂന്നാമത് ഈ കഥ വീണ്ടും എടുത്ത് പറയുന്നത് അദ്വൈതവാദിയാണെങ്കിൽ പോലും ശങ്കരാചാര്യരാണ്. അത്രയ്ക്കും ശ്രേഷ്ഠതയുണ്ട് 4-ാമത്തെ അധ്യായത്തിന്. ഒരു കീർത്തനം കേൾക്കാല്ലേ? ആർക്ക് കീർത്തനം ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ. നന്നു. ഹരേ കൃഷ്ണ. ഏത് കീർത്തനമാണെങ്കിലും ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി അവർ പ്രഭു. ഹരേ കൃഷ്ണ. സ്വാഗതം. മാതാജി സ്വാഗതം. നിവേദ് സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനകത്ത് വേറെ കാര്യം. ഹരേ കൃഷ്ണ. ആരെങ്കിലും തന്നെ ചോദിച്ചു? ഹരേ കൃഷ്ണ. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഭഗവത്ഗീതയില് അർജുനന് ഭഗവാൻ ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഏതായിരുന്നു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ 4-ാമത്തെ അധ്യായത്തില് നമ്മൾ ഭഗവാനെ പറ്റി പറയുന്നു. ഇത് ഭഗവത്ഗീത എന്നതിൻ്റെ അർത്ഥം ഭഗവാൻ എന്നാണ്, അതായത് ഭഗവാന്റെ വാക്കുകൾ എന്നാണ്. ഭഗവാനും ഭഗവാന്റെ വാക്കുകളും തമ്മിൽ വ്യത്യാസമില്ല. അപ്പം നമ്മൾ ഭഗവാനെ കാണുന്നത് ഭഗവത്ഗീതയിലൂടെ തന്നെയാണ് ഭഗവാനെ കാണുന്നത്. അപ്പം ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുന്നത് പോലെ ഭഗവത്ഗീത നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഭഗവാൻ. ആ ഭഗവാനെ കുറിച്ച് അറിയുന്നവൻ, ആ അറിയുന്ന ആളെയാണ് ഭാഗ്യവാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ഭഗവാൻ എന്ന വാക്കിനർത്ഥം 6 വിഭൂതികൾ നിറഞ്ഞതാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വിഷ്ണു പുരാണത്തിൽ സാക്ഷാൽ മഹാദേവരുടെ ഭക്തനായ പരാശര മഹർഷി, വ്യാസദേവന്റെ അച്ഛൻ, ഭഗവാൻ ഒരു നിർവചനം കൊടുത്തിരുന്നു. ഐശ്വരസ്യ സമഗ്രസ്യ. ആർക്ക് പറയാൻ പറ്റും? ബാക്കി
6 വിഭൂതികൾ. ഐശ്വര്യസ്യ most beautiful, most powerful, most merciful, most rich, famous. ജയപ്രകാശ് പ്രഭു. സുശീൽ പ്രഭു പറയുന്നുണ്ട്, പറഞ്ഞു. Most powerful, most famous, most rich, most beautiful, most merciful. Strong പറഞ്ഞു, not problem. And renunciate 6. ഹരേ കൃഷ്ണ. ഐശ്വര്യസ്യ വീരസ്യ യസ്യ ശ്രീയ ജ്ഞാന വൈരാഗ്യോച്ചൈവ ശന്നം ഭഗ ഇതിരംഗണ. ഇത് വെൽത്ത്, സ്ട്രെങ്ത്, ഇൻഫ്ലുവൻസ്, എഡ്യൂക്കേഷൻ, ബ്യൂട്ടി ആൻഡ് റിനൗൺസിയേഷൻ. ഇവിടെ പരിത്യാഗം. നമ്മളെല്ലാവരും ഒരു പക്ഷേ എല്ലാ തരത്തിലും ഇപ്പം നമ്മൾ കുടുംബത്തിൽ നമ്മളായിരിക്കും വളരെ വലിയവൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളായിരിക്കും വലിയവൻ. എല്ലാത്തിനും ഒരു പരിധികളുണ്ട്. പണ്ട് ഞാനൊരു കഥ ഇവിടെയാണോ പറഞ്ഞ്, ഒരു ലണ്ടന്റെ ഒരു സ്ട്രീറ്റിൽ ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു. ഇവിടെ സ്ട്രീറ്റില് ഒരു ബിൽഡിങ്ങിൽ എഴുതി വെച്ചിരുന്നു, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഹോട്ടൽ എന്നുള്ളത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. നെക്സ്റ്റ് അതിന് തൊട്ടടുത്ത ബിൽഡിങ്ങിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ലണ്ടനിലെ ഏറ്റവും വലിയ ഹോട്ടൽ എന്ന്. മൂന്നാമത്തെ ബിൽഡിങ്ങിൽ എഴുതി വെച്ചിരുന്നു, ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്, ഒരു ഹോട്ടലാണ്. നാലാമത്തെ ഒരു ബിൽഡിങ്ങിലും തൊട്ടടുത്ത് 4 റെസ്റ്റോറൻറ്റ് അടുത്തടുത്താണ്. പേരുകൾ മാത്രമേ മാറ്റമുള്ളൂ, ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കാം. പക്ഷേ ആ 4ാമത്തെ ഹോട്ടലിന് പേര് കൊടുത്തിരുന്നു, ഈ വരിയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇതാണ്, ഏറ്റവും വലിയ ഹോട്ടൽ ഇതാണ്. ഈ റോയിലെ, അതായത് ഈ പറഞ്ഞ 4 മഹിമകളും പറഞ്ഞ മറ്റ് 3 ഹോട്ടലുകളേക്കാൾ വലിയ ഹോട്ടലാണ് ഈ ലൈനിലെ ഏറ്റവും വലിയ ഹോട്ടൽ. ഇവിടെയൊക്കെ ഒരു പരിധി ഉണ്ടാവുന്നു, കമ്പാരിസൺ വരും. പക്ഷേ ഒരു കമ്പാരിസണും ഇല്ലാത്ത 6 വിഭൂതികളാണ്. ബാക്കി നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രകൃതിയിലാണ് നമ്മൾ ജനിച്ചത്, ഈ പ്രകൃതിയിലാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ പ്രകൃതിയുടെ കൺട്രോളിലാണ് നമ്മൾ ചലിക്കുന്നത്. അപ്പം നമ്മൾ ഡിപ്പെൻഡഡ് ആണ്, ബന്ധനാവസ്ഥയിലാണ്. പക്ഷേ ഈ ബന്ധനങ്ങൾ ഒന്നും ഇല്ലാത്ത ഭഗവാൻ. അപ്പം ബന്ധനങ്ങൾ ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ കൃത്യമായി ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ജ്ഞാനത്തെ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി നന്നു? ഹരേ കൃഷ്ണ പ്രഭു. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം ജാനകി വല്ലഭം. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം जानकी वल्लभम. कौन कहते हैं भगवान गाते नहीं, बेर शबरी की जैसे खिलाते नहीं. अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम. कौन कहते हैं भगवान गाते नहीं, बेर शबरी की जैसे खिलाते नहीं. अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम. कौन कहते हैं भगवान गाते नहीं, बेर शबरी की जैसे खिलाते नहीं. अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम. कौन
कहते हैं भगवान आते नहीं, तू मेरी की जैसे बुलाते नहीं। अच्युतम केशवम कृष्ण दामोदरम राम नारायणम जानकी वल्लभम। कौन कहते हैं भगवान नाचते नहीं, गोपी गोपी की तारे तुम नाचते नहीं। अच्युतम केशवम कृष्ण दामोदरम राम नारायणम जानकी वल्लभम। कौन कहते हैं भगवान सोते नहीं, माँ यशोदा की जैसे सुलाते नहीं। अच्युतम केशवम कृष्ण दामोदरम राम नारायणम जानकी वल्लभम। हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് വീണ്ടും കൂടുതലായിട്ട് വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ശ്ലോകത്തിലോട്ട് പോകാം. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട് ഭഗവാൻ ഇൻസ്ട്രക്ടർ ആയി എന്ന് പറയുമ്പം അദ്ദേഹം എല്ലാം തികഞ്ഞവനാണെന്ന് നമ്മുടെ മുന്നിൽ വന്ന് പ്രൂവ് ചെയ്തു. ശരിയല്ലേ? വെറും 4-ാമത്തെ വയസ്സിലാണ് കുഞ്ഞു വിരലുകൊണ്ട്, ഇടത് കൈയിലെ കുഞ്ഞു വിരലുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം ഉയർത്തുന്നുണ്ട്. അപ്പം ഈ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിമാനായിരുന്നു ഭഗവാൻ. അദ്ദേഹം വളരെ സൗന്ദര്യവാനായതുകൊണ്ടാണ് 16,108 ഭാര്യമാരെ അദ്ദേഹത്തിന് കിട്ടി. എല്ലാം എനിക്ക് ത്യജിക്കാനുള്ള കഴിവാണ് ഈ 16,108 പേരെയും 16,108 സുന്ദരിമായ പത്നിമാരെയും ഉപേക്ഷിച്ചിട്ട് അർജുനന്റെ കൂടെ കാട്ടിൽ പോയി താമസിച്ചത്. ഈ 16,108 പത്നിമാരുടെ മടിയിൽ തലവെച്ച് കിടക്കാനുള്ള ആ സുഖം ഉപേക്ഷിച്ചിട്ട് ആ കാട്ടിൽ പോയിട്ട് ഭഗവാന്റെ മടിയിൽ തന്റെ ഭക്തനെ കിടത്തി ഉറുക്കിയ ആ ഒരു പരിത്യാഗം, അതുകൊണ്ടാണ് കൃഷ്ണനെ ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ബാക്കിയെല്ലാം പ്രകൃതിയെ, ഈ പ്രകൃതി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അന്നാദ് ഭവന്തി ഭൂതാനി. വിസ്മയ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവഃ. ചെല്ലുകയുള്ളൂ. ശ്ലോകം ഓർമ്മയില്ല. 3 പോയിന്റ്. എത്രാമത്തെ ശ്ലോകം അത്? ആമി നന്ദന. ഹരേ കൃഷ്ണ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമോദ്ഭവഃ. അർത്ഥം കൂടെ വായിച്ചു. അർത്ഥം കൂടെ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലം ഉണ്ടാകുന്നു. മഴ യജ്ഞങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധി പ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഈ ധാന്യങ്ങൾ ആകട്ടെ എവിടെ നിന്നുണ്ടാകുന്നു? മഴ മൂലം ഉണ്ടാകുന്നു. ഈ മഴയാകട്ടെ വിധിപ്രകാരമുള്ള യജ്ഞങ്ങൾ കൊണ്ടുണ്ട്. ഈ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബുദ്ധിമാൻ എന്ന് പറയുന്ന നമ്മൾ, അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധിജീവി ജീവിക്കുന്നത്. നിരീശ്വരവാദിയാണെങ്കിലും ഈശ്വര വിശ്വാസിയാണെങ്കിലും ജീവിക്കുന്നത് ഈ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവൻ ഈ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രകൃതി വിഭവങ്ങളില്ലാതെ ഞാനൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറയാൻ പറ്റുമോ? പേപ്പറും കടലാസൊക്കെ പോട്ടെ, പറ്റില്ല. അപ്പം അത്തരം ബുദ്ധി, ഇപ്പം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ,
പക്ഷേ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം, സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാനെ, ആ ഭഗവാൻ അത് കൊണ്ടാണ്, ആ ഭഗവാൻ ആണ് ശരിക്കുമുള്ള ഇൻസ്ട്രക്ടർ, ലോകത്തിന്റെ ആദ്യത്തെ ഗുരു. യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തുതേ. രക്ഷ രക്ഷ മഹാബാഹോ പാഹി പാഹി ദേവദേവാ ജഗത്പതേ. ആര് ചൊല്ലി? നാരായണ അഖില ഗുരു. ആരാണ്? ആര് ചൊല്ലി? ഇതിനകത്ത് വരുമല്ലോ. ഇന്ദ്ര മഹാരാജാവ് മുതലയായിട്ട് വരുന്നത് എന്താ മോക്ഷത്തിന്റെ പേര് പറയുന്നത്? പേര് പെട്ടെന്ന് മറന്നു. ഗജേന്ദ്രമോക്ഷം. 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 നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തുതേ എന്ന് വിളിക്കുമ്പം ഈ ലോകത്തിന്റെ ജഗദ്ഗുരു ഭഗവാൻ, ആ ഭഗവാനാണ് ഈ അതീന്ദ്രിയ ജ്ഞാനം 4-ാമത്തെ അധ്യായത്തില് അർജുനന് നമുക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം ഉക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഈശ്വാകവേ അബ്രവീത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം ഉക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഈശ്വാകവേ അബ്രവീത്. ശബ്ദാർത്ഥം ശ്രീ ശ്രീ പ്രഭുപാദയ്ക്ക് ജി. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, അഹം ഞാൻ അവ്യയം ശാശ്വതമായ ഇമം യോഗം ഈ യോഗത്തെ ശാസ്ത്രത്തെ വിവസ്വതേ വിവസ്വാന് സൂര്യദേവന് പ്രോക്തവാൻ ഉപദേശിച്ചു. വിവസ്വാൻ സൂര്യൻ, മനവേ മനുഷ്യകുല പിതാവായ മനുവിന് പ്രാഹ പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകവേ ഇക്ഷാകുവിന് അബ്രവീത് പറഞ്ഞ് ഉപദേശിച്ചു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദയ്ക്ക് ജി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, റിപ്പീറ്റ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ മനുവംശപിതാവായ മനുഷ്യവംശപിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം ഉക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഈശ്വാകവേ അബ്രവീത്. ശില്പമാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം
प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे ब्रवीत्। हरे कृष्ण। Sushim Prabhu. Hare Krishna Prabhu. Sri Bhagavanuvāca imam vivasvade yogam प्रोक्तावानहमव्ययम् विवस्वान् मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। हरे कृष्ण। Hare Krishna. Jayaprakash. श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे ब्रवीद। Hare Krishna. Bipin Prabhu. श्री भगवानुवाच इमां विवस्वते योगं प्रोक्तवानहम् अव्ययं विवस्वान् मनवे प्राह मानुरिक्ष्वकेव अब्रवीत्। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान् मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। Hare Krishna. Ami. हरे कृष्ण। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवान् अहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। हरे कृष्ण। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। हरे कृष्ण। Hare Krishna. Simmi. हरे कृष्ण प्रभु। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवान् अहम् अव्ययं विवस्वान् मानवे प्राह मनुरिक्ष्वाकवे ब्रवीत्। हरे कृष्ण। Hare Krishna. Thank you. Rajiv Prabhu. हरे कृष्ण। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। श्री भगवानुवाच इमं विश्वस्ते योगं प्रोक्तवानहमव्ययं विवस्वान्मनवे प्राह मानुरिक्ष्वाकवे ब्रवीत्। हरे कृष्ण। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवानहमव्ययं विवस्वान् मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। श्री भगवानुवाच इमं विवस्वते योगं प्रोक्तवान् अहमव्ययं विवस्वान् मनवे प्राह मनुरिक्ष्वाकवे अब्रवीत्। Hare Krishna. Vijaya Matajiക്ക് വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാലാമത്തെ അധ്യായം ഫസ്റ്റ് ശ്ലോകം. നിവേദ് ഹരേ കൃഷ്ണ വീഡിയോയിൽ വരാമോ? വിജയമാതാജി റെഡിയാക്കി വെക്കും. ഓക്കെ, പാടി ചൊല്ലിക്കോളാം. നിവേദ് ഹരേ കൃഷ്ണ, സ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ ബെഡിലാണ്, ഞാൻ ഇതുവരെ ലൈക് ടോട്ടലി റിക്കവർ ആയിട്ടില്ല. ഓക്കെ, ഞങ്ങൾക്കൊന്ന് കാണാം ലാസ്റ്റില്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ ലാസ്റ്റില് വരാം. ഹരേ കൃഷ്ണ. വിജയമാതാജി ഹരേ കൃഷ്ണ റെഡിയായോ?
ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം ഭഗവാനഹമവ്യയം വിവസ്വാന്മനവേ പ്രാഹ ഇക്ഷ്വാകവേ അബ്രവീത്. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു അവർ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. 1 2 3 4 സ്റ്റാർ. ശ്രീ ഭഗവാൻ ഇമം വിവസ്വതേ യോഗം ഭോക്തവാനഹമവ്യയം വിവസ്വാന്മനവേ പ്രാഹ അനുഷ്ഠാകവേ അബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മള് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു എന്ന് പറയുമ്പം ഈ പ്രകൃതിയിൽ ജനിച്ച സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ പറ്റത്തില്ല. കാര്യം അവർ ബദ്ധ ആത്മാവാണ്, റെസ്ട്രിക്റ്റഡ് ബ്രെയിനാണ്, പല കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ജനിച്ചിട്ടുള്ളവരാണ്. എല്ലാവർക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ എഞ്ചിനീയർ ആയേനെ, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇവിടുത്തെ അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരായി പോയേനെ. അപ്പം ഇത് ഇത്തിരി പ്രയാസമാണ്. അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ചെയ്യണം. കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഒരു കാലഘട്ടത്ത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന് 2 പേരെ പിടിച്ച് കൊന്ന രാജ്യമാണ് ലോകമാണിത്. അതേസമയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തില് ഭൂമി ഗോളമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭൂമി പരന്നതല്ല, ഗോളമാണെന്ന് പറഞ്ഞതിനാണ് ബ്രൂണോ എന്ന ശാസ്ത്രജ്ഞനെ കുരിശിത്തറച്ചു പോന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനം ഇത്തിരി പ്രയാസമാണ് ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് ശ്രീലപ്രഭുപാദർ പറഞ്ഞതിൻ്റെ കൂട്ട് സറണ്ടർ ചെയ്തിട്ട്, 2ാമത്തെ ചാപ്റ്ററിലെ ഒരു ശ്ലോകമുണ്ടല്ലോ, അർജുനൻ സറണ്ടർ ചെയ്യുന്നത്. ജയപ്രകാശ് പ്രഭു. കാർപ്പണ്യദോഷു ചൊല്ലിക്കോ. അതെ അതെ അതെ. कार्पण्यदोषो अवहद स्वभाव पृच्छामि तां धर्म सम्मूढचेता यच्छ्रेयस्यान्यश्चिदं ब्रूहि तन्मे इष्यस्तेऽहं शादि मां त्वां प्रपन्नम्. ഹരേ കൃഷ്ണ. അതിന്റെ അർത്ഥം കൂടെ ഒന്ന് വായിച്ചോളൂ. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്, ദയവായി ഉപദേശം തന്നാലും. ഹരേ കൃഷ്ണ. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ മാത്രമേ, ആദ്യത്തെ ചിന്ത നമ്മൾ പ്രകൃതിയിൽ ജനിച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതിയുടെ കൺട്രോളിന് വിധേയനായിരിക്കും. നമുക്ക് പ്രകൃതിയെ ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു പച്ച പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളല്ല പ്രകൃതിയെ ജനിപ്പിച്ചിരിക്കുന്നത്, പ്രകൃതിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പ്രകൃതിയെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവരെ ഭരിക്കാൻ പറ്റും? നിസ്സാരമായ ഒരു കാര്യമല്ലേ. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഇക്ഷ്വാകവേ അബ്രവീത്. ഭാവാർത്ഥം. ജയപ്രകാശ് ഭാവാർത്ഥം വായിച്ചു. സൂര്യഗ്രഹം മുതൽ എല്ലാ ഗ്രഹങ്ങളെയും ഭരിച്ചു പോരുന്ന രാജവംശർക്കായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. അതിപുരാതന കാലം മുതൽക്കുള്ള
അതിൻ്റെ ചരിത്രം ഇവിടെ വിവരിക്കുന്നു. എല്ലാ ഗ്രഹങ്ങളിലെയും ഭരണകർത്താക്കളായ രാജാക്കന്മാർ ഗൃഹനിവാസികളുടെ സംരക്ഷണത്തിനും അവരെ കാമത്തിൽ നിന്ന് ഭൗതിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും ആയിക്കൊണ്ട് ഭഗവത്ഗീത ശാസ്ത്രം അറിയേണ്ടിയിരിക്കുന്നു. ഭഗവാനുമായി ശാശ്വത ബന്ധം പുലർത്തിക്കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യ ജീവിതം. എല്ലാ ഗ്രഹങ്ങളുടെയും രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ വിദ്യാഭ്യാസം, സംസ്കാരം, ഭക്തി എന്നിവയിലൂടെ പ്രജകൾക്ക് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ ചുമതലപ്പെട്ടവരാണ്. ജനങ്ങൾക്ക് ഈ മഹത്തായ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ മനുഷ്യജന്മം യഥാവസരം ഉപയോഗപ്പെടുത്തി ജീവിത വിജയം കൈവരിക്കാം. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ എല്ലാ ഭരണകർത്താക്കൾക്കും ബാധ്യതയുണ്ട്. ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ വിവസ്വാൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം സൂര്യഗോള ചക്രവർത്തിയാണ്. സൂര്യനാണ് ഈ സൗരയൂഥത്തിൽപ്പെട്ട സർവഗ്രഹങ്ങളുടെയും ഉത്ഭവസ്ഥാനം. ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു, യക്ഷുരേഷ സവിത സകലഗ്രഹാണാം രാജാ സമസ്ത സ്വരമൂർത്തിരശേഷ തേജസ യസ്യാജ്ഞയാ ഭ്രമതി സംവൃത കാലചക്രോ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ബ്രഹ്മദേവൻ പറഞ്ഞു, ആരുടെ ആജ്ഞയാൽ സൂര്യദേവൻ വിനയാന്വിതനായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുവോ, സവിതാവ് ആരുടെ കണ്ണാകുന്നുവോ, ആരുടെ ആജ്ഞാനുസാരം ആ സർവഗ്രഹാധിപതി അമേയ തേജസ്വിയും പ്രഭാവശാലിയുമായി വർത്തിക്കുന്നുവോ, ആദിപുരുഷനായ ആ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ഗ്രഹങ്ങളുടെ അധിപനാണ് സൂര്യൻ. സൂര്യദേവനാണ് സൗരഗ്രഹ മണ്ഡലത്തെ ഒരുക്കുന്നത്. ഇപ്പോഴത്തെ സൂര്യദേവന്മാർ വിവസ്വാനാകുന്നു. ഈ സൗരഗ്രഹം ചൂടും വെളിച്ചവും നൽകി മറ്റു ഗ്രഹങ്ങളെ ഭരിക്കുന്നു. കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ചാണ് സൂര്യന്റെ ഈ ഭ്രമണം. ഭഗവാൻ ഗീതാശാസ്ത്രം ഉപദേശിക്കാനായി വിവസ്വാനെ തന്റെ പ്രഥമ ശിഷ്യനായി സ്വീകരിച്ചു. ഭഗവത്ഗീത നിസ്സാരനായ ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടി ചമച്ച ഊഹപ്രബന്ധമല്ല. സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണത്. മഹാഭാരതം. ഹരേ കൃഷ്ണ. അപ്പൊ അവിടെ പറയുന്നു സ്മരണാതീത കാലം. അതെവിടെ എന്താ പറഞ്ഞത്? ഭഗവത്ഗീത നിസാരനായൊരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് ചമച്ച ഊഹപ്രബന്ധമല്ല, സ്മരണാതീത കാലം മുതൽക്കേ മനുഷ്യന് കൈവന്നിട്ടുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥമാണ്. കാര്യം അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ആത്മീയതയെ പറ്റി പറയുമ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കും. ആചാര്യന്മാർ പറയുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ജനങ്ങൾ പ്രകൃതിയുടെ നിയന്ത്രണത്തിന് വിധേയമായി ജനിക്കുമ്പോൾ, ജന്മം കൊടുക്കുമ്പോൾ അവർക്ക് 4 ഡിഫക്റ്റുകൾ ഉണ്ടാവും. എന്താണ് 4 ഡിഫക്റ്റുകൾ? പറഞ്ഞു. ഇംപെർഫെക്റ്റ് സെൻസ്, ഇംപെർഫെക്റ്റ് സെൻസസ്, ഇംപെർഫെക്റ്റ് സെൻസ്, കള്ളം പറയാനുള്ള ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. ഫസ്റ്റ് കമ്മിറ്റ് മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നിട്ട് ഏത്തം ഇട്ടുകൊണ്ടേയിരിക്കും. കമ്മിറ്റിംഗ് മിസ്റ്റേക്ക്. പിന്നെ ടു ബി ഇല്യൂഷൻ, മായയിലാണ്, എപ്പോഴും മായയിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെയാണ് വരുന്നത് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, ഇംപെർഫെക്റ്റ് സെൻസ്. ഈ ഇംപെർഫെക്റ്റ് സെൻസ് കൊണ്ട് പെർഫെക്റ്റ് ആയ ഒരാളെ അളക്കാൻ പറ്റും. ഇംപെർഫെക്റ്റ് പറ്റൂ. അവിടെയാണ് ഭഗവാൻ പറയുന്ന കലിയുഗത്തില് മന്ദാക സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതാഹ. ഈ കലിയുഗത്തില് എല്ലാവരും മന്ദന്മാരാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പണ്ടൊരു ചൊല്ലുണ്ട്, 2 കാലേ മന്ദുള്ളവൻ ചെന്നിട്ട്, പണ്ട് കേട്ടിട്ടുള്ളതാണ്, 2 കാലേ മന്ദുള്ളവൻ ഈ കടൽക്കരയിൽ ചെല്ല്, ബീച്ചിൽ ഇരുന്നിട്ട് ഈ മണൽ കുഴിച്ചിട്ട് അതിനകത്ത് ഈ ഇറങ്ങി നിൽക്കും. അപ്പൊ ഈ കാല് ആരും കാണത്തില്ല. എന്നിട്ട് ഒറ്റക്കാലൻ ഇത് തന്നെ
ഒരു കാലം മന്ദുള്ളവൻ പോകുന്നു, ദേ മന്ദൻ പോകുന്നു വിളിച്ചു. അങ്ങനാണ് നമ്മുടെ ബുദ്ധി. അങ്ങനെ ഇംപെർഫെക്റ്റ് സെൻസായ നമ്മൾ എല്ലാവരെയും കളിയാക്കാനും വിമർശിക്കാനും മാത്രമേ അറിയൂ. അങ്ങനെ ഒരാളിൽ നിന്ന്, അതായത് സാധാരണ മനുഷ്യന്റെ ജൽപ്പനങ്ങളിൽ നിന്ന് ആത്മീയത എടുക്കരുത്, വിദ്യാഭ്യാസം എടുക്കരുത്. ഈ അടുത്തിടയ്ക്ക് പല പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്. ഹരേ കൃഷ്ണ. അപ്പം മഹാഭാരതം ശാന്തിപർവത്തിൽ 348, 51, 52 ഗീതയുടെ ചരിത്രം വിവരിക്കുന്നു. രാജീവ് പ്രഭു കണ്ടിന്യൂ ചെയ്തു. യുഗാദൗ ച തതോപി വസ്വാൻ മനവേദതൗ മനുഷ്യലോകവൃത്യർത്ഥം സൂതായേഷോ ലോകവേദൗ ഈശാകതിതോ വ്യാപൃലോകാനവസ്ഥിതാഃ. ഹരേ കൃഷ്ണ. ഭഗവാനുമായുള്ള ബന്ധത്തിന്റെ ഈ ശാസ്ത്രം ത്രേതായുഗാരംഭത്തിൽ വിവസ്വാൻ മനുവിന് നൽകി. മനുഷ്യവംശ പിതാവായ മനു സുപുത്രനായ ഇക്ഷ്വാകുവിനും അത് ഉപദേശിച്ചു. ഭൗമഗ്രഹത്തിന്റെ രാജാവും ശ്രീരാമചന്ദ്രൻ പിറന്ന രഘുവംശത്തിന്റെ പൂർവികനുമായിരുന്നു ഇക്ഷ്വാകു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവിന്റെ കാലം മുതൽക്കേ ഭഗവത്ഗീത മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നു. 4,32,000 വർഷങ്ങൾ അടങ്ങിയ കലിയുഗത്തിൽ 5000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനു മുമ്പ് 8 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ ദ്വാപര യുഗവും അതിനു മുമ്പ് 12 ലക്ഷം വർഷങ്ങൾ അടങ്ങിയ ത്രേതായുഗവും കടന്നുപോയി. അപ്പോൾ മനു തന്റെ പുത്രനും ശിഷ്യനുമായ ഇക്ഷ്വാകുവിനെ, അന്ന് ഭൂലോകം ഭരിച്ചിരുന്ന രാജാവിനെ ഗീതോപദേശം ചെയ്തത് ഏതാണ്ട് 20,50,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴുള്ള മനുവിന്റെ വാഴ്ചക്കാലം 30,53,00,000 വർഷങ്ങളാണെന്നും അതിൽ 12,04,00,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുകയാണെന്നും കണക്കാക്കിയിരിക്കുന്നു. ഭഗവാൻ തന്റെ ശിഷ്യനായ അങ്ങനെ ഭഗവത്ഗീത മനുഷ്യലോകത്തിന്റെ 2 ലക്ഷം സംവത്സരങ്ങളായി നിലനിന്ന് പോരുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അത് വീണ്ടും അർജുനനെ ഉപദേശിച്ചു. ഭഗവത്ഗീതയുടെയും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പ്രമാണമാക്കി നോക്കുമ്പോൾ അതിന്റെ ചരിത്രം ഏതാണ്ട് ഇങ്ങനെയാണ്. വിവസ്വാൻ എന്ന സൂര്യദേവൻ സ്വയം ക്ഷത്രിയനായതുകൊണ്ടും സൂര്യകുലജാതകരായ ക്ഷത്രിയരുടെ ആദി പിതാവായതുകൊണ്ടുമാണ് ഭഗവത്ഗീത വിവസ്വാന് ഉപദേശിക്കപ്പെട്ടത്. ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ട് ഗീത വേദങ്ങളെ പോലെ വിശിഷ്ടമാണ്, അപൗരുഷേയമാണ്, മനുഷ്യ കൃതമല്ലാത്തത്. വേദ നിർദ്ദേശങ്ങളെ മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂടാതെ അംഗീകരിക്കുന്നത് പോലെ ഗീതയും ഭൗതിക വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഭൗതികവാദികൾ തങ്ങളുടെ വഴിക്ക് ഗീതയെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയുടെ സത്ത അതിലില്ല. ശിഷ്യപരമ്പര പ്രകാരം കൈവന്ന ഗീത അതേപടി സ്വീകരിക്കണം. ഇവിടെ വിവരിക്കപ്പെട്ടതുപോലെ ഗീത ശ്രീ ഭഗവാൻ സൂര്യദേവനും സൂര്യൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും തുടർന്ന് ഉപദേശിച്ചതായി വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ ഹരേ കൃഷ്ണ. ശിഷ്യ പരമ്പര പ്രകാരം കൈവന്ന ഗീത അതേപടി സ്വീകരിക്കണം. അപ്പൊ ആരിൽ നിന്ന് സ്വീകരിക്കണമെന്ന് ഭഗവാൻ ആദ്യമായിട്ട് അർജുനനെ ഉപദേശിച്ചു. ഇംപെർഫെക്റ്റ് സെൻസ്, ചീറ്റിംഗ് ടെൻഡൻസി, മായയിൽ അകപ്പെട്ടവര്, ഇവരിൽ നിന്നും അല്ല ആത്മീയ ജ്ഞാനം നേടേണ്ടത്, ഭഗവാൻ നേടേണ്ടത്. ഒരു കാലഘട്ടം വരെ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചവരിൽ നിന്നല്ല ഭഗവത്ഗീതയുടെ ജ്ഞാനം നേടേണ്ടത്. പിന്നെ ആരിൽ നിന്നായിരിക്കണം ഭഗവത്ഗീത നേടേണ്ടത്? ഈ ജ്ഞാനം, അതീന്ദ്രിയമായ ജ്ഞാനം നേടേണ്ടത് എന്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന്, തീർച്ചയായിട്ടും നേരിട്ട് എന്നിൽ നിന്നോ എന്റെ ശിഷ്യന്മാരിൽ നിന്നോ കേട്ട് അതേപോലെ പഠിച്ചു വരുന്നവരിൽ നിന്ന് വേണം. ഏവം പരമ്പരാപ്രാപ്തം. ഇനി വരും അടുത്ത ശ്ലോകമാണ്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേകമഹതായോ നഷ്ടപരന്തം. അപ്പം ശിഷ്യ പരമ്പരയിൽ കൂടി പകർന്നു കിട്ടിയ ജ്ഞാനത്തിലൂടെ മാത്രം, ജ്ഞാനമുള്ള ആളിൽ നിന്ന് മാത്രമേ ഭഗവത്ഗീത പഠിക്കൂ. അല്ലെങ്കിൽ ഒരു ഇമോഷന് വേണ്ടിയിട്ടോ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടോ മാത്രം ഈ സ്പിരിച്വൽ തിങ്സ്, ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കും, കയ്യടി വാങ്ങിക്കും, കേട്ട പോലെ ആക്ക് അങ്ങനെ നടക്കും. അപ്പം
ഒരു സത്സംഗത്തിൽ 100, 200, 300 പങ്കെടുക്കുന്നു എന്നുള്ള കൗണ്ടല്ല വിഷയം. പ്രഭാതിരി ഈ ഇടയ്ക്ക് ഗുരു മഹാരാജൻ 2 3 പേരാണെങ്കിൽ കൂടി ആ 3 പേര് കൃത്യമായി ജ്ഞാനം ഗ്രഹിച്ചിരിക്കണം. അതാണെങ്കിൽ അവിടെ വിജയിച്ചു. അല്ലാതെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള അല്ല ക്ലാസ്സുകൾ എന്നാണ് പറയുന്നത്. ഈ ശ്രേഷ്ഠമായ അതിശ്രേഷ്ഠമായ ഈ ജ്ഞാനത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് തുടരാം. ഈ അധ്യായം വായിക്കുന്നതിൻ്റെ മഹിമ, ഫലശ്രുതി നമ്മൾ ആദ്യം തന്നെ കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് ദിവസവും ഈ അധ്യായം എല്ലാവരും വായിക്കണം. യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഹരേ കൃഷ്ണ. ഇനി ഒരു ചെറിയൊരു പാട്ട് കേൾക്കാം അല്ലേ? തിരി ആര് പാടും? വിസ്മയ പാടൂ. ഗോപാല ഗോപാല ദേവകി നന്ദന ഗോപാല 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 ദേവകി നന്ദന ഗോപാല 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 വസുദേവ നന്ദന ഗോപാല 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 വസുദേവ നന്ദന ഗോപാല 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 ദേവകി നന്ദന ഗോപാല 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 ദേവകി നന്ദന ഗോപാല വസുദേവ നന്ദന ഗോപാല ദേവകി നന്ദന ഗോപാല 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 ദേവകി നന്ദന ഗോപാല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശില്പമാതാജി പറയാൻ. ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ. അധ്യായം തുടങ്ങിയില്ലേ പ്രഭു, എന്താ പറയാ, പ്രഭു പറഞ്ഞ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് പ്രഭു. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു, ബ്രഹ്മാവ് നാരദൻ മുനിക്ക് പറഞ്ഞു കൊടുത്തു എന്നല്ലേ? അപ്പൊ ഇവിടെ ഭഗവാൻ ഡയറക്ട്ലി ഹീസ് ടെല്ലിംഗ് ഇറ്റ് ടു വിവസ്വാൻ ലോർഡ്, ഐ മീൻ ദ സൺ ലോർഡ്. അപ്പൊ അതെന്താ, ഇസ് ഇറ്റ് എ ഡിഫറെന്റ് ലൈൻ അതോ എങ്ങനെയാ? അത് ഡിഫറെന്റ് ലൈൻ അല്ല. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ, പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഇവിടെ ഓരോ യുഗത്തിലും വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ആദ്യം ഭഗവാൻ ഇത് ബ്രഹ്മാവിന് ഉപദേശിച്ചു. പക്ഷെ മനുഷ്യവംശം സൃഷ്ടിക്കുമ്പോൾ മനുഷ്യവംശത്തിന്റെ കുലാധിപതിയായ സൂര്യദേവൻ ഇക്ഷ്വാകു രാജവംശമാണ്. ഇക്ഷ്വാകു രാജവംശം എന്ന് എടുത്തു പറയുന്നത്. ഇക്ഷ്വാകു രാജവംശം. ഹരേ കൃഷ്ണ. സുശീംപ്രഭു ക്ഷത്രിയന്മാർക്ക് വേണ്ടി പറഞ്ഞത് ആണ്. അതെ അതെ അതെ, ക്ഷത്രിയ രാജാക്കന്മാർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അത് വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. എന്നെ ശരി. പ്രഭു മാതാജിയുടെ വോയിസ് മാത്രമേ കേൾക്കാളൂ, മാതാജിയെ കാണാനില്ലല്ലോ. മാതാജി ഇവിടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ എണീറ്റൊക്കെ നടന്നതാണ്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറക്കം വരും.
എനിക്കിത് തോന്നുന്നത് ഇത് ഈ ക്ഷത്രിയൻ അങ്ങനെ പറയുന്നുണ്ട്. സത്യയുഗത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ത്രേതായുഗത്തിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത് മനു. അപ്പൊ ഓരോ ഡേ ഓഫ് ബ്രഹ്മയിലും ഇത് മാറി മാറി വരും കഥ. ഐ തിങ്ക് 4 യുഗങ്ങളല്ലല്ലോ ഇവിടെ ഉള്ളത്. 4 യുഗങ്ങളിൽ തീരുന്നില്ലല്ലോ പ്രശ്നം. ഒരു മനുവിന് തന്നെ 71 മഹായുഗങ്ങളാണ് ഒരു മനുവിന്. അതിൽ 7ാമത്തെ മനുവിന്റെ ടൈമിലാണ് നമ്മളിപ്പോ ഉള്ളത്. ആ 7ാമത്തെ മനുവിന്റെ ആണ് ഈ 20 എത്ര കഴിഞ്ഞെന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിന്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ അതിന്റെ വേറൊരു സ്റ്റേജിലാണ്. ഇപ്പോഴുള്ള മനുവിന്റെ പേരാണ് വിവസ്വാൻ എന്നേ ഉള്ളൂ. അല്ല, മനുവിന്റെ അല്ല, ഇപ്പോഴത്തുള്ള സൂര്യ ഭഗവാന്റെ പേര് വിവസ്വാൻ എന്നേ ഉള്ളൂ. ഇത് ഓരോ സമയത്തും മാറി 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 വരുന്നുണ്ട്. നമ്മളെ കോണ്ടെക്സ്റ്റിൽ ഇതാണ്. ഈ ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും എപ്പോഴും ക്ഷത്രിയർക്ക് ഉള്ളത്, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉള്ളത്. സത്യയുഗത്തിലുള്ള ഇതിന്റെ ആവശ്യമില്ലായിരിക്കണം. നമ്മൾ അതാണ് സംസാരിച്ചത്. സത്യയുഗം ദേവന്മാര് തന്നെയാണ്, അവർക്കെല്ലാം അറിയാം. ത്രേതായുഗം സ്റ്റാർട്ടിങ്ങിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് രാമന്റെ ഇത് വരുന്നത്. അതിനുശേഷമേ വരുന്നുള്ളൂ. സത്യയുഗത്തിൽ ആ ഒരു ഉണ്ടാവില്ല. ഇഷാകു ഡൈനാസ്റ്റി വരുന്നത് അതിനുശേഷമാണ്. അപ്പൊ ഇത് പിന്നെ അത് മുറിഞ്ഞു പോയത് കൊണ്ട് ത്രേതായുഗം തൊട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ മുറിഞ്ഞു പോയത് കൊണ്ട് ഭഗവാന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും അർജുനൻ ഇപ്പം നമ്മളെ കലിയുഗത്തിന് തൊട്ട് മുമ്പേ പറഞ്ഞത്. അങ്ങനെ ഇത് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് പല കോൺടെക്സ്റ്റിലും പല രീതിയിലും പല ഇതിലും പറയുന്നുണ്ടോ. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു അങ്ങനെ ജഗസാക്ഷി പ്രഭു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ യുഗത്തിലും ഓരോ സമയത്തും ഓരോ 4 യുഗങ്ങളിലും മാറി മാറിയൊക്കെ വരും. സത്യം. ഈ 4 യുഗത്തിന്റെ കാര്യം നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. അതിലാണ് ഇത് ഈ നമ്മളെ ഈ യുഗത്തില് ത്രേതായുഗത്തിൽ നിന്ന് വരുന്നതാണിത്. പിന്നെ ദ്വാപരയുഗമായി. ദ്വാപരയുഗത്തിൽ ഭഗവാൻ തന്നെ വന്നു. അതും എല്ലാ യുഗത്തിലും വരില്ല ഭഗവാൻ. ഈ മനുവിന്റെ 7ാമത്തെ മനുവിന്റെ സമയത്ത് വരും എന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ വന്നത്. അല്ലെങ്കിൽ എല്ലാ യുഗത്തിലും ഭഗവാൻ വരില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. അതൊക്കെ ഓരോ പിന്നെ എങ്ങനെയാണ് അത് വേറെ ഇപ്പോഴുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് പ്രഭു പറയുന്നുണ്ട്. വെരി കോംപ്ലിക്കേറ്റഡ്. അതെ, അത് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ ആ ഒരു എങ്ങനെ ഈ പറഞ്ഞതാണ് അതിന്റെ വാസ്തവം. അതെ, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിന് സൃഷ്ടി ചുരുക്കം കൊടുത്തപ്പോൾ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവിന് അതെ, പിന്നെ വന്നിട്ടാണ് ബ്രഹ്മാവ് നാരദ മഹർഷി കൊടുത്തു. നാരദ മഹർഷി അത് വേറൊരു അതെ പല യുഗങ്ങളായിട്ട് വരും, വേറെ ലൈനിലായിട്ട് വന്നു. അത് വേറൊരു ലൈനിലായിട്ട് വന്നു. അപ്പം പിന്നീടാണ് വ്യാസമഹർഷിക്ക് ഉപദേശം കിട്ടിയിട്ട് ഈ ഇതിനെല്ലാം കമ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് നമുക്ക് പ്രത്യക്ഷ ഭാഗവും നമുക്ക് കിട്ടുന്നത്. ഹരേ കൃഷ്ണ. ബ്രഹ്മാവിന്റെ ഒരു ഡേ ഓഫ് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ 1000 മഹായുഗം ഉണ്ട്. അതെ അതെ അതെ. ബ്രഹ്മാവ് ഇസ് ലൈക്ക് ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ബ്രഹ്മാവിന്റെ ഒരു ഡേയിലുള്ള ഒരു അംശത്തിലാണ് ഇത് വരുന്നത്. നമ്മളെ ഈ യുഗം, ഈ 4 യുഗം, ഒരു മഹായുഗം വരുന്നത്. 1000 മഹായുഗങ്ങളിൽ ഒരു മഹായുഗം. അതില് 13 മനു, 14 മനു ഒരു ഡേ ഓഫ് ബ്രഹ്മയിൽ. 14 മനു, 14 മനുവിൽ 7ാമത്തെ മനുവിലാണ് നമ്മളുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ യുഗത്തില് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. ബിക്കോസ് വി ആർ സോ മച്ച് ഇൻവോൾവ് വിത്ത് കർമ്മ ആൻഡ് ധർമ്മ ആൻഡ് എവറിത്തിങ് ഇൻ ദിസ് യുഗ. അപ്പം അതനുസരിച്ചായിരിക്കും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. യുനോ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എന്ത് ചെയ്താലാണ് നമുക്ക് പാപം കിട്ടുക, അല്ലെങ്കിൽ പാപം അല്ലാത്ത കാര്യങ്ങൾ കർമ്മം ചെയ്യേണ്ടത്. ഇതൊക്കെ ഐ തിങ്ക് ഹീസ് എക്സ്പ്ലെയിനിങ് മോർ ക്ലിയർലി ഇൻ ഭഗവത്ഗീത. ഐ മീൻ ഡ്യൂറിംഗ് ഭഗവത്ഗീത. മഹാഭാരതം കലിയുഗത്തിലെ ശൂദ്രാസിന് വേണ്ടിയാണ് മഹാഭാരതം. അത്രേ പറ്റൂ. അതുകൊണ്ടാണ് മഹാഭാരതം വന്നത്. മഹാഭാരതം അതിനകത്ത് ഭഗവത്ഗീത. അതെ അതെ എക്സാക്ട്ലി. ലൈഫാണ് മഹാഭാരതം. കറക്റ്റ്. സുശംപ്രഭു പറഞ്ഞതുപോലെ ഭാഗവത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കലിയുഗത്തില് അറിവില്ലാത്തവർക്ക്, അതായത് ശൂദ്രർക്കും അറിവില്ലാത്തവർക്ക്, പൊതുവെ മന്ദാക സുമന്ദമതയോ അവർക്ക് വേണ്ടിയിട്ടാണ് മഹാഭാരതം രചിച്ചത്. ആ മഹാഭാരതം അറിവില്ലാത്തവർ കലിയുഗത്തിലെ ശൂദ്രന്മാരെ ഉള്ളല്ലോ. അതെ അതെ.
കലയും ശൂദ്ര സംഭവം അതാണ്. അപ്പൊ പിന്നെ കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രന്മാരാണ്. അവർക്ക് മഹാഭാരതമാണ് പറ്റുന്നത്. അവർക്ക് ഭാഗവതത്തിലോട്ട് പോകാൻ തന്നെ പറ്റില്ല ശരിക്കും. അതാണ് സംഭവം. ധാർമ്മിക് ലൈഫ് തന്നെ ബുദ്ധിമുട്ടാണ്. ധർമ്മം അനുസരിച്ച് ആര് ജീവിക്കുന്നൂടാ? സത്യസന്ധത, വൃത്തി ഇതെല്ലാം ഉണ്ടോ? തപസ്യ എളുപ്പമല്ലല്ലോ കലിയുഗം. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്, ബുദ്ധിമുട്ടായത്. ഭാഗവതം പിന്നെ അതിന് ശേഷം ഭഗവാനാണ് എല്ലാം എന്ന് എഴുതുമ്പം പോലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാത്ത വരുന്നത് കൊണ്ടാണ്. അത് എളുപ്പമല്ല ഭാഗവതം. അതുകൊണ്ട് ഭഗവത്ഗീത തുടങ്ങി ചിലര് മാത്രം ഭാഗവതത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ ഭാഗവതവും കഴിഞ്ഞ് പിന്നെ ചൈതന്യം, അങ്ങനെയല്ല അതിന്റെ സീക്വൻസ്. ഇപ്പൊ ഹരേകൃഷ്ണനെ തന്നെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. എളുപ്പമല്ല, അത് എല്ലാവർക്കും പറ്റൂല. അറ്റ്ലീസ്റ്റ് ധാർമ്മിക് ലൈഫ് എങ്കിലും കലിയുഗത്തില് നാമജപം അതൊക്കെ നടക്കൂല്ലോ, അതൊക്കെ എല്ലാവർക്കും പറ്റും. എങ്കിലും ചെയ്യണം. എളുപ്പം. വേറൊരു കാര്യം കൂടെ പറയുന്നത്, കലിയുഗത്തിലാണ് ഏറ്റവും എളുപ്പം മോക്ഷം കിട്ടാൻ. കാരണം ഇത് ഈ ജപിച്ചാൽ മതി. മറ്റേ സത്യയുഗത്തിലൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ നിക്കണ്ടേ തപസ്. കാലിലൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ എളുപ്പം. അതെ, ഈ കലിയുഗത്തിലെ അന്നത്തെ മനുഷ്യൻ നമ്മളെ കണക്കല്ലല്ലോ. നാമജപം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നു. നാമജപം കൊണ്ട് മാത്രം അത് തന്നെയാണ് നാലാമത്തെ. അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടികൾക്ക് ശാപമോക്ഷം കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടില് ഒരാൾ ചെയ്യുന്ന നാമജപം കൊണ്ട് ആ വീട്ടിലെ ആരെങ്കിലും ഇവിടുന്ന് ഭൗതിക ലോകം വെടിഞ്ഞു പോകുമ്പോൾ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടും. ഇത് പ്രൂവ്ഡാണ്. ഹരേ കൃഷ്ണനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കർമ്മി അല്ലെങ്കിൽ പിന്നെ ഒരു പൂജാരി അദ്ദേഹം കാര്യങ്ങൾ അവലോകനം ചെയ്തപ്പോൾ പറഞ്ഞതാണ്, അവിടുത്തെ ഒരാളുടെ മന്ത്രജപം കൊണ്ട് മാത്രം അവിടുത്തെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടി എന്നാണ് പറഞ്ഞത്. അത്രയേറെ. അപ്പൊ ഞാൻ ഇന്ന് എടുത്തു പറയുന്നത്, തീർച്ചയായിട്ടും അമൃതമാതാജിയുടെ പിതാവിന് അങ്ങനെ ഒരു മോക്ഷം കിട്ടട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഒപ്പം മറക്കാൻ പാടില്ലാത്തതാണ് സുഭാഷ്. ഒരുപാട് നാള് നമ്മൾ ഒരുമിച്ച് സത്സംഗത്തിന് വന്നിരുന്നു, ഒരുമിച്ചിരുന്ന് നാമം ജപിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും സൈലന്റ് ആണെങ്കിലും എല്ലാം സംസാരിച്ചിരുന്നു, കുടുംബകാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനും ആത്മശാന്തി കിട്ടട്ടെ എന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. ജയപ്രകാശ് പ്രഭു, തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അധ്യായം 4-ാമത്തെ അധ്യായം മംഗളകരമായിട്ട് തുടങ്ങി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. മുറിഞ്ഞുപോയ പരമ്പര അർജുനിലും നന്നായാലും നമുക്ക് നന്ദി പറയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇത് കേൾക്കാനുള്ള അവസരം ഉണ്ടായി. അതെ അതെ അതെ, എല്ലാത്തിനും ഒരു നിമിത്തമാണല്ലോ. നിമിത്തം മാത്രം ഭവ സവ്യ സാചിൻ അല്ലേ? ഭഗവാനെ വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, രഥചക്രപാണി. ഭഗവാനെ രഥചക്രപാണി എന്ന് പറയുന്നത് അർജുനന്റെ രഥം ഭഗവാനല്ലായിരുന്നോ കുതിരവണ്ടിക്കാരൻ? അതുകൊണ്ട് രഥചക്രപാണി എന്ന് പറയുന്നു. അല്ല, തേര് നയിക്കുന്നുണ്ടല്ല, ഈ ചക്രം എടുത്തോണ്ട് ഭീഷ്മദേവരുടെ അടുത്തോട്ട് പോകും. മനസ്സിലായി? രഥത്തിന്റെ ചക്രം എടുത്തോണ്ട് ഭീഷ്മദേവരുടെ അടുത്തുള്ളൂ. അതുകൊണ്ടാണ് രഥചക്രപാണി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ. സിമ്മി എന്ത് പറയുന്നു? സമ്മറി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ആക്ച്വലി എനിക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആയത്, ഈ ഭഗവത്ഗീതന്റെ ഈ ജേർണി എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ആയിരുന്നു. സോ അത് ടു എൻ എക്സ്റ്റെന്റ് അതെനിക്ക് കുറച്ചൊന്ന് മനസ്സിലായി. ബട്ട് എനിക്കത് ഒന്നും കൂടി ഒരു 2-3 പ്രാവശ്യം കൂടി അത് വായിച്ചപ്പോൾ കയറും. അത് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു ഒളിച്ചിരിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. സ്ഥലപരിമിതിയാണ് ഇവരൊക്കെ വലുതായല്ലോ, നമ്മൾ നന്നൊരു ഇടി ഇടിക്കില്ലേ? പറഞ്ഞോ. തീർച്ചയായും കേൾക്കുന്നതിൽ സന്തോഷം. തീർച്ചയായും. എങ്കിലും വിപിൻ പ്രഭു ചിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം വിപിൻ പ്രഭുവിന്റെ അടുക്കുകയാണെന്ന് വിപിൻ പ്രഭുവിന്റെ ശാസ്ത്രം പഠിച്ചുപോയി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ വിപിൻ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ പ്രഭു. വിപിൻ പ്രഭു. പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. അപ്പൊ നമുക്ക് ഒരുമിച്ച് 4-ാമത്തെ അധ്യായം പഠിക്കാം. ഞാനും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി അവർ പ്രഭു എന്താ പറഞ്ഞേ? ഹരേ കൃഷ്ണ പ്രഭു. എന്റെ വിശേഷം എന്ന് പറയുന്നത് എന്റെ അമ്മ എന്തോ വളരെ അവശ്യ നിലയിലാണ്. കേട്ടില്ല. വാർദ്ധക്യം. എന്റെ അമ്മ വളരെ അവശ്യ നിലയിലാണ്, അതായത് വാർദ്ധക്യം. കേൾക്കത്തില്ലേ പ്രഭു? എന്റെ അമ്മ വയസ്സ് 86 വയസ്സോളം ആയി. അപ്പൊ അമ്മ ഇപ്പോ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഏതാണ്ട് ബെഡിലേക്ക് പോയി. ബെഡിലാണ് ഇപ്പോൾ ഉള്ളത്, കിടപ്പിലാണ്. ഓർമ്മയൊക്കെ നശിച്ചിരിക്കുന്നു. പിന്നെ എന്താ പറയാ, ഒരു ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ അവശ്യ നിലയിലാണ്. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ദിവസം എപ്പോഴും ആലോചിക്കുന്നതും. എന്താ പറയാ, ആലോചന വരുമല്ലോ, അമ്മയല്ലേ, നമ്മുടെ അമ്മയല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അതാണ് വിശേഷം. പിന്നെ എന്താണ്, അവസ്ഥയും വളരെ മോശമാണ് അവിടെ. തണുപ്പും മഴയും പ്രശ്നങ്ങളും പിന്നെ കോവിഡും എല്ലാം കൂടെ കൊണ്ട് ആർക്കും അങ്ങോട്ടൊന്നും എത്തപ്പെടാനും പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. നിങ്ങൾ എത്ര പേരാ പ്രഭു? സുരേഷ് പ്രഭു. അത് എല്ലാരും ഞങ്ങൾ 3 പേരാണ്.